സുഹൃത്തുക്കളെ, മുണ്ടക്കായി എന്ന് പറഞ്ഞ സ്ഥലത്ത് പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ ഭാഗത്ത് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. വലിയ ദുരന്തം എന്ന് ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട്. അപ്പോ വണ്ടികളും ഇതൊന്നും പാലം പോയതുകൊണ്ട് വണ്ടി കൊണ്ട് കടത്തിവിടാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ആളുകൾ വന്നിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഹെലികോപ്റ്റർ വരാതെ ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. പാലം സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. വയനാട് മേപ്പാടി മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടം. പുലർച്ചെ 2 മണിയോടെയാണ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയത്. പരിക്കേറ്റ 14 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിരവധി പേരെ കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മലബാറിൽ വ്യാപകമായി മഴക്കെടുതി രൂക്ഷമാണ്. കനത്ത മഴയാണ്, അതിതീവ്ര മഴയാണ് പെയ്തത്. 9 ജില്ലകളിലാണ് ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത്. ഡീറ്റെയിൽ ആയി വിവരങ്ങളെല്ലാം നോക്കാം. വയനാട്ടിൽ നിന്നാണ് ഏറ്റവും ദുരന്ത വാർത്ത ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ട്. സുരക്ഷിതമാക്കി ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നിരവധി പേരെ കണ്ടെത്താനുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം. 3 തവണ മണ്ണിടിഞ്ഞുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. വെള്ളർമല GVHS പൂർണ്ണമായി മുങ്ങി. നേരം പുലർന്നതോടെ ഓരോ വീടുകളിലും കയറിയുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. പുലർച്ചെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടാവുകയും ചെയ്തു. രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയുണ്ടായി. നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയതായാണ് റിപ്പോർട്ട്. വീടുകളിലും വെള്ളവും ചെളിയും കയറി. മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്തുനിന്ന് പുലർച്ചെ 2 മണിയോടെ വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടിയെന്നാണ് പ്രദേശവാസികൾ അറിയിക്കുന്നത്. വയനാട്ടിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഇതിനാൽ തന്നെ രക്ഷാപ്രവർത്തനവും ദുഷ്കരമാണ്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യങ്ങളിൽ ഇന്ന് തൃശൂർ, വയനാട്, പാലക്കാട്, എറണാകുളം, മലപ്പുറം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 9 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി നൽകിയിരിക്കുകയാണ്. വരും മണിക്കൂറിലും അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഉരുൾപൊട്ടലിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരുന്നതേ ഉള്ളൂ. സൈന്യത്തെ രംഗത്തിറക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.